കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്ക് കൊക്കിന്റെയും കുറുക്കന്റെയും കഥ കേട്ടാലോ. പണ്ടൊരു നദീതീരത്ത് ഒരു കൊക്ക് താമസിച്ചിരുന്നു. നദിയുടെ അടുത്തുള്ള കാട്ടിൽ ഒരു കുറുക്കനും ജീവിച്ചിരുന്നു. കൊക്കും കുറുക്കനും നല്ല സുഹൃത്തുക്കളായിരുന്നു. കൗശലക്കാരനായ കുറുക്കൻ ഒരു ദിവസം വിചാരിച്ചു, ഈ കൊക്കിനെ ഒന്ന് പറ്റിച്ചാലോ. എന്നിട്ട് കൊക്കിനോട് പറഞ്ഞു, ചങ്ങാതി, നാളെ എന്റെ വീട്ടിൽ വിരുന്നിന് വരുമോ? ഞാൻ നല്ല പായസം ഉണ്ടാക്കിത്തരാം. അത് കേട്ട് കൊക്കിന് സന്തോഷമായി. തീർച്ചയായും വരാൻ ചങ്ങാതി, പായസം എനിക്ക് വളരെ ഇഷ്ടമാണ്. കൊക്ക് സന്തോഷത്തോടെ പറഞ്ഞു. അടുത്ത ദിവസം കൃത്യസമയം തന്നെ കൊക്ക് കുറുക്കന്റെ വീട്ടിലേക്കെത്തി. വീട്ടിൽ നിന്ന് നല്ല പായസത്തിന്റെ മണം വരുന്നുണ്ടായിരുന്നു. കൊക്കിന് കൊതിയായി. കുറുക്കൻ കൊക്കിനെ അകത്തേക്ക് ക്ഷണിച്ചു. പരന്ന 2 പാത്രത്തിൽ പായസം നിറച്ച് കൊക്കിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. കുറുക്കൻ തന്റെ പാത്രത്തിൽ നിന്നും മധുരമുള്ള പായസം നാവുകൊണ്ട് നക്കി കുടിക്കാൻ തുടങ്ങി. എന്നാൽ പാവം കൊക്കിനോ, നീളമുള്ള തന്റെ കൊക്കുകൊണ്ട് ആ പരന്ന പാത്രത്തിൽ നിന്നും പായസം കുടിക്കാൻ സാധിച്ചതേയില്ല. ഇതെങ്ങനെയാ കുടിക്കുന്നത് ചങ്ങാതി? കൊക്ക് ചോദിച്ചു. ഇതാ, ഞാൻ കുടിക്കുന്നത് കണ്ടില്ലേ? നാവുകൊണ്ട് പായസം മുഴുവൻ കുടിച്ചു തീർത്തുകൊണ്ട് പൊട്ടിച്ചിരിച്ചു നമ്മുടെ കുറുക്കച്ചൻ. കുറുക്കൻ തന്നെ പറ്റിച്ചതാണെന്ന് കൊക്കിന് മനസ്സിലായി. വിഷമത്തോടെ കൊക്ക് അവിടെ നിന്നും പോയി. കുറേ ദിവസം കഴിഞ്ഞു. തന്നെ പറ്റിച്ച കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൊക്ക് തീരുമാനിച്ചു. കുറുക്കനെ കണ്ടുമുട്ടിയ ഒരു ദിവസം കൊക്ക് പറഞ്ഞു, ചങ്ങാതി, എനിക്കിന്ന് കുറെ അധികം മീൻ കിട്ടി. ഞാൻ വീട്ടിൽ നല്ല മീൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നീ കഴിക്കാൻ വരുന്നോ? മീൻ സൂപ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ കുറുക്കന് നാവിൽ വെള്ളമൂറി. തീർച്ചയായും ഞാൻ വരാം ചങ്ങാതി, കുറുക്കൻ പറഞ്ഞു. പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്ക് കുറുക്കനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കുശലാന്വേഷണത്തിന് ശേഷം മീൻ സൂപ്പ് കുടിക്കാനായി അകത്തേക്ക് ക്ഷണിച്ചു. കൊതിയോടെ ഇരിക്കുന്ന കുറുക്കന്റെ മുന്നിലേക്ക് ഒരു വലിയ കുടത്തിൽ നിറയെ ആവി പറക്കുന്ന മീൻ സൂപ്പ് കൊണ്ടുവച്ചു. മീൻ സൂപ്പിന്റെ മണമടിച്ചു കൊതിയൻ കുറുക്കൻ കുടത്തിൽ തലയിട്ടെങ്കിലും സൂപ്പ് കുടിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഞാൻ ഈ സൂപ്പ് കുടിക്കും ചങ്ങാതി? കുറുക്കൻ ചോദിച്ചു. ഇതാ, ഇങ്ങനെ കുടിച്ചോളൂ. ഇതും പറഞ്ഞ് കൊക്ക് തന്റെ നീളൻ കൊക്ക് കുടത്തിനുള്ളിലേക്കിട്ട് സൂപ്പ് മുഴുവൻ കുടിച്ചു തീർത്തു. അത് കണ്ട് കുറുക്കന് ദേഷ്യം വന്നു. ചങ്ങാതി, നീ ചെയ്തത് ശരിയല്ല. ഇത്രയും ചെറിയ വായുള്ള കുടത്തിൽ സൂപ്പ് വെച്ചാൽ ഞാൻ എങ്ങനെ കുടിക്കാനാണ്? ഇത് ചതിയാണ്. ദേഷ്യത്തോടെ കുറുക്കൻ പറഞ്ഞു. കുറുക്കൻ ചങ്ങാതി, നീ എന്നെ നിന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ച് പരന്ന പാത്രത്തിൽ പായസം തന്നത് ഓർക്കുന്നുണ്ടോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊക്ക് ചോദിച്ചു. കുറുക്കന് തന്റെ തെറ്റ് മനസ്സിലായി. ഒന്നും മിണ്ടാതെ വിശന്നു വലഞ്ഞ് കുറുക്കൻ തിരിച്ചുപോയി. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? നമ്മൾ ആരെയെങ്കിലും പറ്റിച്ചാൽ അതേ നാണയത്തിൽ തന്നെ നമുക്കും തിരിച്ചടി കിട്ടും.